കൊല്ലം മൈനാഗപ്പള്ളിയിൽ തിരുവോണ ദിവസം കാറിടിച്ച് സ്കൂട്ടർ യാത്രിക കൊല്ലപ്പെട്ട കേസിലെ പ്രതികൾ സ്ഥിരം മദ്യപാനികളെന്ന് കണ്ടെത്തൽ. കോയമ്പത്തൂരിൽ നിന്ന് മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ ശ്രീകുട്ടി വിവാഹമോചിതയായ ശേഷമാണ് അജ്മലിനെ പരിചയപ്പെടുന്നത്. കരുനാഗപ്പള്ളിയിലെ ആശുപത്രിയിൽ ഒരിക്കൽ ചികിത്സയ്ക്കെത്തിയപ്പോൾ തുടങ്ങിയ സൗഹൃദം വഴിവിട്ട ബന്ധമായി വളർന്നു. പിന്നീട് വാടക വീടെടുത്ത് താമസം, രാത്രി സമയങ്ങളിൽ സ്ഥിരം മദ്യപാനം. അങ്ങനെ തിരുവോണ ദിവസം വാഹനത്തിലിരുന്ന് വഴിനീളെ മദ്യപാനം തുടർന്നു. ഒടുവിൽ നിയന്ത്രണം വിട്ട ഡ്രൈവിംഗാണ് യുവതിയുടെ ജീവനെടുത്തത്. സംഭവശേഷം രക്ഷപ്പെട്ട പ്രതികളെ നാട്ടുകാർ പിടികൂടുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അജ്മൽ നിരവധി കേസുകളിൽ പ്രതിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. തിരുവോണ ദിവസം വൈകുന്നേരം 6:45 കൂടിയാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഒന്നാം പ്രതിയായ അജ്മലും ഒപ്പമുണ്ടായിരുന്ന ശ്രീകുട്ടിയും സഞ്ചരിച്ചിരുന്ന വാഹനം ഒരു എതിർദിശയിൽ വന്ന സ്കൂട്ടറുമായി കൂട്ടിയിടിക്കുന്നു. ഇടിയുടെ ആഘാതത്തിൽ തന്നെ സ്കൂട്ടറിന്റെ പിൻസീറ്റിലിരുന്ന് യാത്ര ചെയ്തിരുന്ന കുഞ്ഞുമോളുടെ ശരീരത്തോടുകൂടി ഇവർ ഓടിച്ചിരുന്ന കാർ കയറിയിറങ്ങിയ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. ഈ സംഭവ സ്ഥലത്തു നിന്നും വാഹനം നിർത്താതെ കടന്നു കളഞ്ഞു എന്നുള്ള വലിയ നിയമലംഘനമാണ് അജ്മൽ ചെയ്തത്. അജ്മലിനോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീകുട്ടി അവിടെ നിന്നും വാഹനം പെട്ടെന്ന് പോകാൻ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അവിടെ നിന്ന് പോയതെന്നാണ് അജ്മൽ പോലീസിനോട് മൊഴി നൽകിയത്. ഈ ഒരു സംഭവമാണ് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. തുടർന്ന് ഇവർ ഓടിച്ചിരുന്ന വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് എതിർദിശയിൽ വന്ന വാഹനങ്ങളുമായി കൂട്ടിയിടിച്ച സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ഏകദേശം ഒരു 8 കിലോമീറ്റർ ദൂരപരിധിയിൽ തന്നെ കരുനാഗപ്പള്ളി കോടതിക്ക് സമീപത്ത് വെച്ച് വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു നിന്നൊരു സാഹചര്യവും ഉണ്ടായി. ഈ സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഉടൻ തന്നെ നാട്ടുകാർ അവിടെ ഓടിക്കൂടുകയും അജ്മലുമായി തർക്കത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെ അജ്മലിനോടൊപ്പം ഉണ്ടായിരുന്ന യുവ ഡോക്ടർ സമീപത്തുള്ള ഒരു വീട്ടിലേക്ക് ഓടിക്കയറുന്നതെല്ലാം CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അങ്ങനെയാണ് ഈ നാട്ടുകാർ ഇടപെട്ട് യുവ ഡോക്ടറെ പോലീസിൽ ഏൽപ്പിക്കുന്നു. അജ്മൽ അവിടെ നിന്നും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പോലീസിന്റെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണത്തിൽ തൊട്ടടുത്ത ദിവസം തന്നെ അജ്മലിനെ പോലീസ് പിടികൂടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അജ്മൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടത് സ്വയരക്ഷാർത്ഥമാണ് എന്നാണ് പോലീസിന് അജ്മൽ മൊഴി നൽകിയത്. പക്ഷേ നരഹത്യ കുറ്റം ചുമത്തി പോലീസ് അജ്മലിനെ അറസ്റ്റ് ചെയ്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അവിടെ നിന്നും രക്ഷപ്പെടാൻ തനിക്ക് പ്രേരണ നൽകിയത് തന്നോടൊപ്പം യാത്ര ചെയ്ത ശ്രീകുട്ടിയാണെന്നാണ് പോലീസിന് അജ്മൽ മൊഴി നൽകിയത്. അങ്ങനെ ഒരു പ്രേരണാ കുറ്റവും കൂടി ഈ ശ്രീകുട്ടിയുടെ മുകളിൽ ചുമത്തിയിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേർക്കും എതിരെ നരഹത്യ കുറ്റം ചുമത്തുകയും പോലീസ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. അങ്ങനെ കോടതി അവരെ റിമാൻഡ് ചെയ്തു. ഇപ്പോൾ അട്ടക്കുളങ്ങര ജയിലിലാണ് ഈ ശ്രീകുട്ടി ഉള്ളത്. കൊല്ലം ജയിലിൽ അജ്മലും കഴിയുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. ശാസ്താംകോട്ട പോലീസിന്റെ നേതൃത്വത്തിലാവും അന്വേഷണം നടക്കുക. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ കൂടുതൽ വ്യക്തതകൾ വരികയുള്ളൂ. നിലവിൽ അജ്മൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അജ്മലിന്റെ ഏകദേശം 5 പരം കേസുകളിൽ പ്രതിയാണ്. മോഷണക്കുറ്റം, അതുപോലെ തന്നെ ചന്ദനമരം കടത്ത്, MDMA കടത്ത് തുടങ്ങിയുള്ള നിരവധി കേസുകളിൽ ഈ അജ്മൽ പ്രതിയാണ്. ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളതിനെ കുറിച്ചെല്ലാം കൃത്യമായി പോലീസ് അന്വേഷിച്ചു വരികയാണ്. കാരണം ഈ യുവ ഡോക്ടറും മദ്യലഹരിയിലായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഈ ഡോക്ടർ താമസിച്ചിരുന്നത് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ സമീപത്തുള്ള ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. ആ വീട് പോലീസ് പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ നിന്നും ലഹരി മരുന്നുകളെല്ലാം തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വ്യക്തത ഈ കേസിൽ വരാനിരിക്കുന്നു. കൂടുതൽ അന്വേഷണങ്ങൾക്ക് സാധ്യത ഏറുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.